ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് അറിയണ്ടേ? കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന റെസിപ്പിയാണ്, ഓലനാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിനു മുന്നേ ഓലനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, പിന്നെ ഈ എന്താണ് ഓലന് പ്രത്യേകത എന്നുള്ളത്. ഈ ഓലനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ അച്ചിങ്ങയും അല്ലെങ്കിൽ പയറെന്ന് പറയില്ലേ, അച്ചിങ്ങ പയറും മത്തങ്ങയും ഉപയോഗിച്ചിട്ടാണ് ഓലൻ ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. ചെറിയൊരു മധുരവും എരിവും എല്ലാം ചേർന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഓലൻ നിങ്ങൾ ഈ പ്രാവശ്യം ഓണസദ്യയിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് ഈ ഓലൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ 2 പിടി പയറ് അല്ലെങ്കിൽ അച്ചിങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട്. 1/4 കിലോ മത്തങ്ങ ഇതുപോലെ ചെറിയ പീസുകളായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് 1/4 കപ്പ് രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. 1/4 1/2 നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങാപ്പാൽ എടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയും 1-ാം പാലും വെളിച്ചെണ്ണയൊക്കെയാണ്. ആദ്യം നമുക്ക് ഈ മത്തങ്ങയും അച്ചിങ്ങയും ചേർത്തിട്ട് ഒരുമിച്ച് തന്നെ കുക്ക് ചെയ്യാൻ വയ്ക്കാം. കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ അച്ചിങ്ങ കുഴഞ്ഞു പോകും. അതുകൊണ്ട് ചട്ടിയിൽ കുക്ക് ചെയ്യുക അല്ലെങ്കിൽ പാനിൽ കുക്ക് ചെയ്യുക കേട്ടോ. കുക്കറിൽ കുക്ക് ചെയ്യാതിരിക്കുകയാണ് ഈ ഒരു ഓലിന് ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ചേർത്ത് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചട്ടിയിലേക്ക് നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി ആവശ്യമുള്ളത് ഒരു 6-7 ഇതിൽ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർക്കുക. ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തിട്ട് ചേർക്കേണ്ട. നമുക്ക് പച്ചമുളക് ആ എരിവ് കിട്ടിയാൽ മതി. കഷ്ണങ്ങളുടെ കൂടെ കിടക്കുമ്പോൾ അതെടുത്ത് മാറ്റാൻ പറ്റണം. ആ രീതിയിൽ വേണം നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2-ാം പാലും കൂടി ചേർക്കാം. ഇതിപ്പോൾ സദ്യയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറുകിയിരിക്കുന്ന രീതിയിൽ വേണം ഓലൻ ഉണ്ടാക്കാൻ. നമ്മൾ ചോറിന് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ ഈ മത്തങ്ങയുടെ പയറിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. ഉപ്പ് നമുക്ക് മത്തങ്ങയൊക്കെ ഒന്ന് പകുതി കുക്കായി കഴിഞ്ഞിട്ട് ചേർക്കാം. അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മത്തങ്ങ കുടഞ്ഞു തുടങ്ങി. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. ഈ ഒരു സ്റ്റേജിൽ തേങ്ങാപ്പാൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറിന് വീട്ടിൽ ഒഴിച്ചുകറി ഉണ്ടാക്കില്ലേ, അതുപോലെ ഇരിക്കും കേട്ടോ. കുറച്ചുകൂടി ഒന്ന് വറ്റിയിട്ട് 1-ാം പാൽ ചേർക്കുകയാണെങ്കിലാണ് നമുക്ക് സദ്യയിൽ വിളമ്പാൻ പാകത്തിലാവുക. അപ്പോൾ ഞാൻ ഒന്ന് ഹാഫ് കുക്കായി കഴിഞ്ഞപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ചോറിന് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ സദ്യയിൽ കറിയായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഈ ഒരു തേങ്ങാപ്പാൽ വറ്റി കഴിഞ്ഞിട്ട് മാത്രം നമ്മുടെ 1-ാം പാൽ ചേർത്ത് കൊടുക്കുക. 1-ാം പാൽ ഒരു 1/4 കപ്പിന് 1/2 കപ്പിന് ഇടയിൽ മതി കേട്ടോ. ഒരുപാട് വേണ്ട, ചെറിയൊരു ക്വാണ്ടിറ്റിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അളവിൽ ചേർക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ കറി വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1-ാം പാൽ കൂടുതൽ ചേർക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1-ാം പാൽ ചേർക്കാൻ പോവാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം 1-ാം പാൽ ചേർത്ത് കൊടുക്കാൻ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില, ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് വീണ്ടും നമ്മുടെ ഓലൻ തിളച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പില ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് ചേർക്കാം കേട്ടോ. വേറെ ഒന്നും ചെയ്യാനില്ല, വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഓലൻ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഓലൻ മത്തങ്ങയും പയറും ചേർത്ത് ഓലൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ പപ്പടവും ഒരച്ചാറൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഊണ് കഴിക്കാം ഈ ഒരു ഓലനും കൂട്ടിയിട്ട്. ഇല്ലെങ്കിൽ സദ്യയിൽ ഇലയുടെ സൈഡിൽ വിളമ്പാൻ നല്ലൊരു കറിയാണ്. നമ്മൾ സാധാരണ കുമ്പളങ്ങ കൊണ്ടാണ് ഓലൻ ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ ഒരു ചേഞ്ചായിട്ട് മത്തങ്ങയും പയറും മെഴുക്കുവറ്റിക്ക് പയറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ പയറൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഓലൻ ഉണ്ടാക്കി കഴിക്കും. നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാനും അതുപോലെ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടൊന്ന് ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ ചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ചൂടൊന്ന് ചെറുതായിട്ട് കുറയുന്നത് വരെ, അല്ലെങ്കിൽ തിളയ്ക്കും. തേങ്ങാപ്പാൽ തിളയ്ക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ വേപ്പിലയൊക്കെ നമ്മൾ ലാസ്റ്റ് ചേർത്തത് ഒന്ന് വാടിയൊക്കെ കഴിഞ്ഞ് ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. പിന്നെ ഒരു ദിവസം മാത്രമേ പുറത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. 2-ാമത്തെ ദിവസത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർത്ത കറികൾ അധികം പുറത്ത് വയ്ക്കാൻ കൊള്ളില്ല. അതുകൊണ്ടാണ്
അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.